ബിഗ് ബോസ് മലയാളം സീസൺ 7 എട്ടാമത്തെ ആഴ്ചയുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് വോട്ടിംഗ് അപ്ഡേറ്റുകളാണ് പറയുന്നത്. ഏറ്റവും എക്സ്ക്ലൂസീവായി ലഭിക്കുന്ന വോട്ടിംഗ് അപ്ഡേറ്റുകളാണ്. ഇത്തരം വോട്ടിംഗ് അപ്ഡേറ്റുകൾ തുടർച്ചയായി ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ നമുക്കറിയാം 11 പേരാണ് ഇത്തവണ എവിക്ഷൻ ലിസ്റ്റ് ഉള്ളത്. വളരെ ടൈറ്റ് ആയിട്ടുള്ളൊരു കോമ്പറ്റീഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അനീഷും ഷാനവാസും അക്ബറും ലക്ഷ്മിയും അടക്കം എല്ലാ സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികളും ഇത്തവണയുണ്ട്. അതിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് നമ്മുടെ അനീഷാണ്. അനീഷ് 78,000 വോട്ടുകൾ നേടിയാണ് ബഹുദൂരം മുമ്പിലെത്തിക്കുന്നത്. ശക്തമായ രീതിയിലുള്ള മത്സരങ്ങളാണ് അനീഷ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അനീഷിൻ്റെ പോരാട്ടവും അനീഷിൻ്റെ വാക്ചാതുര്യവും അനീഷിൻ എന്ന സാധാരണക്കാരൻ്റെ മികവും പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതിന് തെളിവാണിത്. രണ്ടാം സ്ഥാനത്തുള്ള ഷാനവാസിന് കിട്ടിയിരിക്കുന്നത് 69,800 വോട്ടുകളാണ്. ആദ്യ ദിവസങ്ങളിൽ ഷാനവാസ് ആയിരുന്നു ഒന്നാമതെങ്കിൽ രണ്ടാം ദിവസം മുതൽ നമ്മുടെ ഷാനവാസിനെ മറികടന്ന് അനീഷ് ഒന്നാമതെത്തുകയും അനീഷിന് പിറകെ ഷാനവാസ് 69,800 വോട്ടുകളോടുകൂടി രണ്ടാം സ്ഥാനം അരക്കിട്ടിട്ട് ഉറപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു എവിക്ഷൻ്റെ മറ്റൊരു പ്രത്യേകത. മൂന്നാം സ്ഥാനത്തുള്ളത് അക്ബറാണ്. അക്ബർ 61,000 വോട്ടുകളുണ്ട്. അക്ബർ ഒരുപാട് നെഗറ്റീവ് ഉണ്ടെങ്കിലും ആസ് എ ഗെയിമർ അക്ബർ നല്ലൊരു ഗെയിമറാണ് എന്നുള്ളൊരു ചിന്ത പുറത്ത് ആൾക്കാർക്കുണ്ട്. അത് മാത്രമല്ല ആളൊരു എൻ്റർടൈനർ കൂടിയാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആൾക്കാർ അവിടെ വേണമെന്ന് പ്രേക്ഷകർ വിചാരിക്കും. നാലാം സ്ഥാനത്തുള്ള ലക്ഷ്മിക്ക് കിട്ടിയിരിക്കുന്നത് 58,900 വോട്ടുകളാണ്. രണ്ടാഴ്ച മുമ്പ് നടന്ന LGBTQ സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിൻ്റെ പേരിൽ പുറത്ത് LGBTQ കമ്മ്യൂണിറ്റിയെ എതിർക്കുന്ന ആൾക്കാരുടെ സപ്പോർട്ട് ലക്ഷ്മിക്ക് വലിയ രീതിയിൽ ഉണ്ട് എന്നതിന് തെളിവാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഇത്രയും വലിയ വോട്ട്. അഞ്ചാം സ്ഥാനത്തുള്ള ജിസേലിന് കിട്ടിയിരിക്കുന്നത് 51,000 വോട്ടുകളാണ്. ജിസേലും ഈ പറഞ്ഞതുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് ഗെയിം കളിക്കുന്ന ഒരു വിമൻ കണ്ടസ്റ്റൻ്റാണ്. അവിടുത്തെ ഏറ്റവും നല്ല രീതിയിൽ മനോഹരമായ രീതിയിലുള്ള ഒരു ക്യൂട്ട്നെസ് കാണിച്ചുകൊണ്ട് കളിക്കുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അഞ്ചാം സ്ഥാനത്ത് ഇത്രയും വോട്ടുകൾ തുടരുന്നത്. ആറാം സ്ഥാനത്തുള്ള അഭിലാഷിന് 47,600 വോട്ടുകളാണ്. അഭിലാഷ് എവിക്ഷന് വന്നിട്ട് പോലും അല്പം ഡൗൺ ആയിട്ടാണ് കാണപ്പെടുന്നത്. വലിയ രീതിയിലുള്ള കണ്ടന്റ് ഒന്നും കൊടുക്കുന്നില്ല. എന്ത് ബേസിലാണ് ഇത്രയും വോട്ട് കിട്ടിയതെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് ഡൗട്ടുണ്ട്. എന്തായാലും അഭിലാഷിന് ശേഷം അവിടെ വരുന്നത് ബിന്നിയാണ്. ബിന്നിക്ക് കിട്ടിയിരിക്കുന്നത് 45,000 വോട്ടാണ്. ബിന്നി വന്ന ആഴ്ചകളിൽ നിന്ന് മാറി ഇപ്പോൾ അത്യാവശ്യം വ്യത്യസ്തമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതും അതുപോലെ മറ്റുള്ളവരുടെ പ്രശ്നത്തിലൊക്കെ ഇടപെടുന്നതും എല്ലാം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന തെളിവാണ് 45,000 വോട്ടുകളോടുകൂടി ബിന്നി അവിടെ നിൽക്കുന്നത്. തൊട്ട് താഴെയുള്ളത് ജിഷിനാണ്. ജിഷിന് കിട്ടിയിരിക്കുന്നത് 41,100 വോട്ടുകളാണ്. ജിഷിൻ ഈ പറഞ്ഞതുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആണ് എന്ന് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായി തോന്നിയിട്ടുണ്ട്. അത് പലതും അഭിനയമാണെങ്കിൽ പോലും താൻ അവിടെ ഉണ്ട്, തൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാറുണ്ട്. അടുത്തതായിട്ടുള്ളത് ആര്യനാണ്. ആര്യന് 9ാം സ്ഥാനമാണ്. ആര്യന് 36,000 വോട്ടുകളാണ് കിട്ടിയിരിക്കുന്നത്. ആര്യൻ ഈ പറഞ്ഞതുപോലെ ഒരുപാട് നെഗറ്റീവ് ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരാളായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇത്രയും വോട്ട് ആര്യന് കിട്ടാനുള്ള ചാൻസ്. ആര്യൻ എന്തായാലും ഡേഞ്ചർ സോണിലാണ്. അതിനുശേഷമുള്ളത് നമ്മുടെ സാബുമാനാണ്. ആകാശ് സാബുമാന് കിട്ടിയിരിക്കുന്നത് 34,760 വോട്ടുകളാണ്. ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ആഴ്ച പ്രതിമയായി നിന്നും അതുപോലെ അത്യാവശ്യം ഈ നല്ല ക്യൂട്ട്നെസ്സും അത്യാവശ്യം ഒരു പാവപ്പെട്ട ആളാണ് എന്നുള്ള രീതിയിലുള്ള ഇമേജ് പുറത്ത് പോയതുകൊണ്ടായിരിക്കാം ഇത്രയും വോട്ട് കിട്ടിയത്. വോട്ടിങ്ങിൽ ഏറ്റവും അവസാന സ്ഥാനത്തുള്ളത് ആദിലയാണ്. ആദില പെട്ടെന്നാണ് ഏറ്റവും ലാസ്റ്റിലേക്ക് പോയത്. കഴിഞ്ഞ തവണ വരെ 9ാം സ്ഥാനത്തൊക്കെ ഉള്ള ആദില പെട്ടെന്നാണ് അവസാന സ്ഥാനത്തേക്ക് പോയത്. അതിന് കാരണം ആദിലയുടെ തൻ്റെ ഇടവും ആദിലയുടെ അഹങ്കാരമാണെന്നാണ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ. അപ്പോൾ 100 ഫാൻസിൻ്റെ വോട്ട് പോലും ആദിലയെ കിട്ടാത്ത അവസ്ഥ വന്നു. ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇന്ന് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ ആദില ഏറ്റവും അവസാന സ്ഥാനത്ത് വരികയും അതിൻ്റെ അടുത്തത്തിൽ നാളെ ആദില ബിഗ് ബോസ് വീഡിയോട് വിട പറയുകയും ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.